التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. إن شاء الله ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. മുസന്നിഫ് റഹ്മഹുല്ല ഇനി അൻവാഉൽ ഇഅറാബുകളെ കുറിച്ചാണ് വിശദീകരിക്കാൻ തുടങ്ങുന്നത്. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. ഫി ബയാനി അൻവാഇൽ ഇഅറാബി, ഇഅറാബിന്റെ നൗഅകളെ ബയാൻ ചെയ്യുന്നതിലുള്ള ഫസ്ലാണ്. വ അലാമാതിഹി, ആ ഇഅറാബിന്റെ അലാമത്തുകളെയും ബയാൻ ചെയ്യുന്നതിലുള്ള ഫസ്ലാണ്. അൽ ഇഅറാബു, ഇഅറാബ് എന്ന് പറഞ്ഞാൽ അസറുൻ, അതൊരു അടയാളമാണ്. സാഹിറുൻ, സാഹിറായിട്ടുള്ള അടയാളമാണ്, അഥവാ മൗജൂദായിരിക്കും, കാണാൻ പറ്റും. ഔ അല്ലെങ്കിൽ മുഖദ്ദറുൻ, തഖ്ദീർ ചെയ്യപ്പെടുന്നതായ അസറായിരിക്കും. അത് കാണാൻ പറ്റൂല, അപ്പോൾ നമ്മൾ തഖ്ദീർ ചെയ്യപ്പെടും, അങ്ങനെയുള്ള അസറായിരിക്കും. എങ്ങനത്തെ യജ്ലിബുഹു, ആ അസറിനെ കൊണ്ടുവരും. അല്ല അവാമിലു, ആമിലുകളാണ് അതിനെ കൊണ്ടുവരിക അസറിനെ. അത് സാഹിറായാലും ശരി മുഖദ്ദറായാലും ശരി, ആ അസറിനെ കൊണ്ടുവരിക അല്ല അവാമിലു, അവാമിലുകളാണ്. ഫി ആഖിരിൽ കലിമത്തി, കലിമത്തിന്റെ അവസാനത്തിൽ കൊണ്ടുവരിക. അപ്പൊ ഫസ്സാഹിർ, സാഹിർ ഏതുപോലെ? കല്ലദി ഫി ആഖിരി സൈദിൻ, സൈദിന്റെ അവസാനത്തിലുള്ളതുപോലെ. സൈദുൻ, സൈദൻ, സൈദിൻ, ഇങ്ങനൊക്കെ നമ്മളിപ്പോ നസ്ബിന്റെ അവസ്ഥയിലാണ് റഅയ്തു സൈദൻ. അപ്പൊ അവിടെ നമുക്ക് അവിടെ ഇഅറാബിനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. സാഹിറാണ് സൈദൻ, കണ്ടോ? മൻസൂബാണ് ബിൽ ഫത്ഹ കൊണ്ട്, ഇഅറാബ് കാണാൻ മൻസൂബാണ്. ഇനി ജാഅ സൈദുൻ ഫായിലാണ്, മർഫു ആണ് ബിദ്ദമ്മ. അപ്പൊ ഈ ഇഅറാബ് അവിടെ കാണാൻ പറ്റും നമുക്ക്. സൈദുൻ ഉണ്ടാവും ദമ്മത്ത്. അതേപോലെ തന്നെ ഇഅറാബ് റഫ്. അതേപോലെ തന്നെ സൈദിൻ, മറർതു ബി സൈദിൻ, അവിടെ ഇഅറാബ് കാണാൻ പറ്റും, അവിടെ ജർറ്. അതാ സാഹിർ എന്ന് പറഞ്ഞേ. വൽ മുഖദ്ദറു, മുഖദ്ദർ ഏതുപോലെ? കല്ലദി, യാതൊന്നു പോലെ. ഫി ആഖിരിൽ, ഫത്താന്റെ അവസാനത്തിലുള്ള പോലെ. ഫത്താൽ നമ്മൾ അലിഫിന്റെ മേലെ തഖ്ദീർ ചെയ്യല്ല പറയാ. ജാ അൽ ഫത്താ, അത് മർഫു ആണ്. പക്ഷെ എങ്കിൽ ആ ദമ്മത്തിന് നമുക്ക് കാണാൻ പറ്റുണ്ടോ? റഫ് കാണാൻ പറ്റുണ്ടോ? ഇല്ലാലോ. അലിഫിന്റെ മേലെ തഖ്ദീറാണ്, കാരണം അത് താസുറാണ്. അലിഫ് എന്ത് ചെയ്യൂല, ഹറക്കത്തിനെ വഹിക്കൂലാലോ. അപ്പൊ ഫുള്ള് നമ്മള് അലിഫിന്റെ മേലെ തഖ്ദീർ ചെയ്യാണ്. ജാ അൽ ഫത്ത, മറർതു ബിൽ ഫത്ത എന്നൊക്കെ പറഞ്ഞ അവിടെ ഫുള്ള് തഖ്ദീറുകളായിരിക്കും. അപ്പൊ അതാണ് മുഖദ്ദർ. കാണാൻ പറ്റില്ലല്ലേ നമുക്ക്, അതാണ് പറയുന്നത് മുഖദ്ദർ. അൻവാഉൽ ഇഅറാബി, ഇഅറാബിന്റെ നൗഅകൾ, ഇനങ്ങൾ അർബഅത്തുൻ, 4 എണ്ണമാണ്. ഏത് 4 എണ്ണം എന്ന് പറഞ്ഞാൽ അർറഫ്ഉ, ഇഅറാബ് എന്ന് പറയാം. അർറഫ്ഉ റഫ്ആണ്, വൻ നസ്ബു നസ്ബാണ്, വൽ ജർറു ജർറാണ്, വൽ ജസ്മു ജസ്മാണ്. ഈ 4 എണ്ണമാണ്. ഫഹാദിഹിൽ അൻവാഉ, ഈ ഇനങ്ങളാകട്ടെ, ഈ ഇനങ്ങൾ തൻഖസിമു ഇലാ സലാസത്തി അഖ്സാമിൻ, 3 ഖിസ്മുകളായിട്ട് തിരിയും. 3 ഖിസ്മുകളായിട്ടാണ് ഈ 4 അർറഫ്ഉ വൻ നസ്ബു ജർറു ജസ്മു എന്നുള്ള ഈ അറാബുകൾ 3 ഭാഗമായിട്ട് തിരിയും. ഖിസ്മുൻ, ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ യസ്തരിഖു ഫീഹി, ആ വിഭാഗത്തിൽ കൂറാകും, പങ്കുചേരും. അൽ അസ്മാഉ, ഇസ്മുകളും, വൽ അഫ്ആലു, ഫിയലുകളും, രണ്ടാളും പങ്കുചേരും, രണ്ടാളും വരും. അതേതാ? വഹുവ റഫ്ഉൻ, റഫ്ആണ്, വ നസ്ബുൻ, നസ്ബും. അപ്പൊ റഫ്ഉൻ നസ്ബുനുള്ള ഈ 2 ഇഅറാബ് ഇസ്മിലും ഫിയലിലും ഉണ്ടാവും. ഫയദ്ഖുലാനി, അപ്പൊ അവ രണ്ടും അഥവാ റഫ്ഉൻ നസ്ബും പ്രവേശിക്കും. ഫിസ്മിൻ, ഇസ്മിലും, വ ഫിയലിൻ, ഫിയലിലും പ്രവേശിക്കും. അപ്പോ ഫർറഫ്ഉ ഫീഹിമ, അവ രണ്ടിലും റഫ് പ്രവേശിച്ചത്, റഫാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നഹ്വു ഏതുപോലെ? നഹ്വു ഖൗലിക, നിന്റെ ഖൗല് പോലെ. സൈദുൻ യഖൂമു, അതിന് ഉദാഹരണം നോക്കിയാൽ സൈദുൻ യഖൂമു. സൈദ് മുബ്തദാണ്, മർഫൂഉൻ ബിദ്ദമ്മത്താണ്. അപ്പൊ റഫ് എന്ന നസ്ബ് ഇസ്മ പ്രവേശിച്ചതിന് ഉദാഹരണമായി. യഖൂമു ഫിഅൽ മുദാരിയാണ്, മർഫൂഉൻ ബിദ്ദമ്മ, ഖബറാണ്. അവിടെ മുദാരിയിൽ ദമ്മ വന്നു. അപ്പോ റഫ് വന്ന ഇസ്മിലും ഫീലും വന്ന ഉദാഹരണം കൊടുത്തതാണ്. ഇനി വൻ നസ്ബ് ഫീഹിമ, അവ രണ്ടിലും നസ്ബ്, രണ്ടിലും എന്ന് പറഞ്ഞാൽ ഇസ്മിലും ഫീലിലും നസ്ബായത്. നഹ്വു ഇതുപോലെ ഇന്ന സൈദൻ ലയഖൂമ, സൈദൻ ഇസ്മിൽ പ്രവേശിച്ചു, കാരണം സൈദ് ഇന്നന്റെ ഇസ്മാണ്, മൻസൂബാണ്, ബിൽ ഫത്ഹത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്ത. ആമിലി ഇന്നയാണ്. ലയഖൂമ ഫീൽ മുദാരിയാണ്, മൻസൂബാണ്, ബിൽ ഫത്ഹത്തി ളാഹിറ, ളാഹിറായ ഫത്ഹത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്ത. ആമിലി ലന്നാണ്. കണ്ടോ? മനസ്സിലായി? അപ്പോ ഫീലിലും വന്നിട്ടുണ്ട്, ഇസ്മിലും വന്നിട്ടുണ്ട്. ഇനി അപ്പൊ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ രണ്ടിലും കൂറാകും. രണ്ടിലും കൂറാകുക എന്ന് പറഞ്ഞാൽ ആരാണ്? റഫ്ഉ നസ്ബാണ്, ഇസ്മിലും ഫിഅലിലും ഉണ്ടാവും. ഇനി വൽ ഖിസ്മു സാനി, രണ്ടാമത്തെ വിഭാഗോ മ, ഒന്നാണ് ഇത്. യഖ്തസ്സു, പ്രത്യേകമാകും. ബിഹി, ആ ഒന്നുകൊണ്ടല്ല. അസ്മാഉ, അസ്മാകൾ, ഇസ്മുകൾ മാത്രം പ്രത്യേകമാകും. അപ്പൊ രണ്ടാമത്തെ വിഭാഗം എന്താ? മ, ഒന്ന്, അഥവാ ഒരു ഇഅറാബാണ്. യഖ്തസ്സു ബിഹി, ആ ഇഅറാബ് കൊണ്ട് പ്രത്യേകമാകും. അസ്മാഉ, ഇസ്മുകൾ. അപ്പൊ ഫിഅലിൽ ഉണ്ടാവില്ല, ഫീൽ ഔട്ടായി.
വഹുവ അതേതാ ജറുൻ ജറാണ്. ഫലാ യൂജദു ഈ ജറ് കാണപ്പെടുകയില്ല ഇല്ലാ ഫിസ്മിൻ ഇസ്മിലല്ലാതെ കാണപ്പെടൂല. നഹ്വ ഇതുപോലെ മറർത്തു ബിസൈദിൻ സെയ്ദിന്റെ അരികിലൂടെ ഞാൻ നടന്നു. അപ്പൊ ബിസൈദിൻ ജാറ് മജ്റൂറാണ്, മജ്റൂറും ബിൽ കസ്റത്തി ജറ് ചെയ്ത ആമില് ബ, അപ്പൊ ഇസ്മിലെ വരൂ, കസ്റ വന്നു. വൽ ഖിസ്മു സാലിസ് മൂന്നാമത്തെ വിഭാഗമോ ഒരു ഇഅറാബാണത് യഖ്തസു പ്രത്യേകമാകും ബിഹി ആ ഇഅറാബ് കൊണ്ട് ലഫ്ആലു ഫീലുകൾ മാത്രം പ്രത്യേകമാകും, അപ്പൊ ഇസ്മിൽ വരൂല. വഹുവ അതേതാ ജസ്മുൻ ജസ്മാണ്. ഫലാ യൂജദു ജസ്മ് കാണപ്പെടൂല ഇല്ലാ ഫി ഫിഅലിൻ ഫീലിലല്ലാതെ. നഹ്വു ലം യഖും ലം യഖും എന്നുള്ള ഫിഅൽ മുദാരി മജ്സൂമുൻ ബിസ്സുകൂൻ മജ്സൂമുൻ ബിസ്സുകൂൻ. കാരണം ലം യഖും നായി ജസ്മ് മജ്സൂമാണ്, ജസ്മ് ചെയ്ത ആമിൽ ലമ്മാണ്. ഇനി വലിഹാദിഹിൽ അൻവാഇ ഈ ഇനങ്ങൾ കൊണ്ട് അഥവാ 4 ഇഅറാബുകൾ പറഞ്ഞല്ലോ നമ്മള്. ഈ 4 ഇഅറാബിനുമുണ്ട് അലാമാത്തുൻ ഉസൂലുൻ അസ്ലിയായ അലാമത്തുകളുമുണ്ട്, അടയാളങ്ങളുണ്ട്. വ അലാമാത്തുൻ ഫുറൂഉൻ ഫറഈയായിട്ടുള്ള അലാമത്തുകളുണ്ട്. അപ്പൊ ഇനി അതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഈ ഇഅറാബിന്റെ അലാമത്തുകളെ കുറിച്ചാണ്. അതിന് അടിസ്ഥാനപരമായ അലാമത്തുണ്ടാവും, അനുബന്ധമായ ഫറഈയായിട്ടുള്ള അലാമത്തുകൾ ഉണ്ടാവും. അവളെ കുറിച്ചാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഫൈദ അറത്ത നീ ഉദ്ദേശിച്ചാൽ അൻ തുഅരിബ നീ ഇറാബ് ചെയ്യാൻ ബിൽ ഉസൂലി അസ്ലിയായ അലാമത്ത് കൊണ്ട് നീ ഇറാബ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഇത് ഷാരിഹിന്റെ വാക്കാണ്. ഫ യുർഫഉ എന്നാണ് ഇബ്നു ഹിഷാമിന്റെ മത്തനിൽ. ഫ യുർഫഉൽ മർഫൂഉ അപ്പൊ മർഫൂഇനെ റഫ് ചെയ്യപ്പെടും ബി ദമ്മത്തിൻ. എന്തുകൊണ്ടാ? ദമ്മത്തോണ്ടാ. അപ്പൊ ദമ്മത്താണ് അതിന്റെ അലാമത്ത്. നഹു ഇതുപോലെ ജാരി എന്റെ അടുക്കൽ വന്നു, സെയ്ദുൻ സെയ്ദ് വന്നു എന്ന് പറഞ്ഞാൽ സെയ്ദ് എന്നുള്ളത് അവിടെ മർഫൂ ആ മർഫൂ എന്തുകൊണ്ടാണ് റഫു കിട്ടിയത്? ബിദ്ദമ്മത്തി ദമ്മത്ത് കൊണ്ടാണ്. അപ്പൊ മർഫൂ ബിദ്ദമ്മ ആ മർഫൂ അതിന്റെ അലാമത്ത് എന്താ? ദമ്മത്താവുന്നു. വയുൻസബുൽ മൻസൂബു മൻസൂബ് നസ്ബ് ചെയ്യപ്പെടും. നസ്ബ് ചെയ്യപ്പെട്ട ഒരു മൻസൂബായ ഇസ്മ അതിനെ നസ്ബ് ചെയ്യപ്പെടും ബി ഫത്ഹത്തിൻ ഫത്ഹത്ത് കൊണ്ടാണ്. നഹു ഏതുപോലെ റഅയ്തു ഞാൻ കണ്ടു, സെയ്ദൻ സെയ്ദിനെ ഞാൻ കണ്ടു. അപ്പൊ സെയ്ദ് അവിടെ മൻസൂബാണ്. ആ മൻസൂബ് എന്തുകൊണ്ടാ? അതിന്റെ അലാമത്ത് എന്താ? നസ്ബിന്റെ അലാമത്ത് ഫത്ഹത്താണ്. അപ്പൊ മൻസൂബും ബിൽ ഫത്ഹത്തി എന്ന് നമ്മൾ ഈ അറാബ് പറയും. വയുജറുൽ മജ്റൂറു മജ്റൂറായ ഇസ്മിനെ ജറ് ചെയ്യപ്പെടും ബി കസ്റത്തിൻ കസ്റത്ത് കൊണ്ട്. നഹു ഇതുപോലെ മറർത്തു ബി സെയ്ദിൻ. അപ്പൊ ബി സെയ്ദിൻ എന്നുള്ളത് മജ്റൂറാണ്. കണ്ടാ? ആ മജ്റൂർ ജറിന്റെ അലാമത്ത് എന്താ? കസ്റത്താണ്. അപ്പൊ മജ്റൂറും ബിൽ കസ്റത്തി എന്ന് പറയും. അപ്പോ നേരത്തെ പറഞ്ഞതിലൊക്കെ യുൻസബു യുർഫു പറഞ്ഞാൽ പിന്നെ ഇസ്മും ഫീലും വന്നു. യുജറു പറഞ്ഞാൽ ഇസ്മു മാത്രമേ വരൂ. ഇനി വയുജുസമു ജസ്മു ചെയ്യപ്പെടും അൽ മജ്സൂമു മജുസൂമായ ഫീല്. അവിടെ യുർഫൗൽ മർഫു എന്ന് പറഞ്ഞാൽ അവിടെ ഫീലും മർഫുവാത്തില് ഫീലും വരും, ഇസ്മും വരും. യുൻസബുലും ഫീലും അതുപോലെ തന്നെ ഇസ്മും വരൂട്ടാ. വയുജറു എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഇസ്മേ വരും. വയുജറുൽ മജ്റൂർ മജ്റൂർ പിന്നെ ഇസ്മ ഉണ്ടാവും. അതേപോലെ തന്നെ വയുജുസമുൽ മജ്സൂം ജസ്മ് ചെയ്യപ്പെട്ട ഫീല്. അപ്പൊ ഇവിടെ ഫീല് ഉണ്ടാവും. അത് ജസ്മ് ചെയ്യപ്പെടും എന്തുകൊണ്ടാ? ബി ഹസ്ഫി ഹറക്കത്തിൻ ഹറക്കത്തിനെ കളഞ്ഞോണ്ടാ എന്ന് പറഞ്ഞാൽ ബി സുക്കൂൻ നടത്തോ ഹറക്കത്തിന് കളഞ്ഞ് സുക്കൂൻ. നഹു ഇതുപോലെ ലം യഖും പോലെ യഖും എന്നുള്ളത് മജ്സൂമാണ്. മജ്സൂം ബിൻ അതിന്റെ അലാമത്ത് എന്താണ്? അലാമത്ത് സുക്കൂനാണ്. അപ്പോ മജ്സൂം ബി സുക്കൂൻ സുക്കൂൻ കൊണ്ട് അതാണ് അതിന്റെ അലാമത്ത്. അല്ലെ സുക്കൂന് പിന്നെ ജസ്മിന്റെ അലാമത്ത് ഹസ്ഫുൽ ഹർക്ക എന്ന് പറയും. ഹസ്ഫുൽ ഹർക്ക പറഞ്ഞാൽ സുക്കൂനാ ഉദ്ദേശിക്കുന്നത്. ഇനി മുസന്നിഫ് റഹ്മഹുല്ലാഹ് വിശദീകരിക്കാൻ പോകുന്നത് ഫറഈയായ അലാമത്തുകളെ കുറിച്ചാണ്. ഈ അസ്ലിയായ അലാമത്ത് എന്ന് പറഞ്ഞാൽ ഏതാ? അദ്ദമ്മത്തു ലിർറഫ്ഇ വൽ ഫത്ഹത്തു ലിന്നസ്ബി വൽ കസ്റത്തു ലിൽജർരി വഹദ്ഫുൽ ഹർക്കത്തു ലിൽജസ്മി. ഇതാണ് എന്ത്? അസ്ലിയായ അലാമത്ത്. ഇനി ഫറഈയായ വരുന്ന അലാമത്തുകൾ അത് 7 ബാബുകളിലായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 7 ബാബുകളിലാണ് ഉണ്ടാവുക. അത് 5 ബാബും ഇസ്മിലാണ്, 2 എണ്ണം ഫീലിലാണ്. 5 ബാബ് ഇസ്മിൽ. അതാണ് ഇങ്ങനെ തുടർന്നായിട്ട് മുസന്നിഫ് റഹ്മഹുല്ലാഹ് വിശദീകരിക്കുക. 5 എണ്ണം പറയുമ്പോൾ ഏതൊക്കെ? അസ്മാഉ സിത്ത ആദ്യം അതാണ് പറയാ. പിന്നെ മുസന്ന, പിന്നെ ജംഉൽ മുസക്കരി സാലിമി, ജംഉൽ മുസക്കരി സാലിമു ജംഉ മുദക്കർ സാലിം, പിന്നെ വജംഉൽ മുഅന്നസി സാലിം ജംഉ മുഅന്നസ് സാലിം. അതെപ്പോഴാ? നസ്ബിന്റെ ഹാലത്തിൽ. അപ്പോഴാണ് അവിടെ ഫറഈയായ അലാമത്ത് ഉണ്ടാവുക.
പിന്നെ ഒരു ഗൈറു മുൻസിരിഫായ ഇസ്മ്, അതും ജറിന്റെ ഹാലത്തിൽ. അപ്പോ അതാണ് ഇസ്മിൽ 5 ഫിയാലിലുള്ളത് അഫ്ആലുൽ ഖംസയും പിന്നെ മുത്തല്ലുൽ ആഖിറായ മുദാരിയായ ഫീലും. അതാണ് ഇൻഷാ അല്ലാഹ് നമുക്കിനി പറയാനുള്ളത്. അതന്നെ ജസ്മിന്റെ ഹാലിലാണ്. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചാണ് മുസന്നിഫ് റഹ്മഹുല്ലനി വിശദീകരിക്കാൻ തുടങ്ങുന്നത്. അമ്മൽ അലാമാത്തുൽ ഫുറൂഉ, ഫറഇയായ അലാമത്തുകളാകുന്നത് ഫഫി സബഅത്തി അബ്വാബിൻ, 7 ബാബുകളിലായിട്ടാണ്. അത് നമ്മൾ പറഞ്ഞ 5 ഇസ്മും 2 ഫീലുകളിലും. അഷാറ ഇലൽ അവലി, ആദ്യത്തേതിലേക്ക് സൂചിപ്പിച്ചു, മിൻഹ അവയിൽ നിന്ന്, 7 ബാബിൽ നിന്നും ആദ്യത്തേതിലേക്ക് സൂചിപ്പിച്ചു മുസന്നിഫ് റഹ്മഹുല്ല ബിഖൗലിഹി, തന്റെ കൗല് കൊണ്ട്, ഇല്ലൽ അസ്മാ അസ്സിത്തത്ത, 6 അസ്മാഉ സിത്ത ഒഴികെ. അപ്പൊ മുമ്പങ്ങനെ ഒരു മത്തിൽ പറഞ്ഞല്ലോ, എന്താ യുർഫഉ ബിദ്ദമ്മ വയുൻസബു ബിഫത്ഹ വയുജറു ബികസ്റ വയുജ്മു ബിഹദ്ഫി ഹർക എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാ ഇല്ലൽ അസ്മാ സിത്ത, അസ്മാഉ സിത്ത ഒഴികെ. അസ്മാഉ സിത്ത ഇല്ലൽ അസ്മാ അസ്സിത്തത്തൽ മുഅത്തല്ലത്തൽ മുദാഫത്ത ഇലാ ഗൈരിയാഇൽ മുതകല്ലിമീൻ. അപ്പൊ എങ്ങനത്തെ അസ്മാഉ സിത്താണ് ഇവിടെ? ഇല്ലൽ അസ്മാ അസ്സിത്തത്തൽ മുഅത്തല്ലത്ത എന്ന് പറയാൻ കാരണം, ഷാരിഹൽ മുഅത്തല്ലത്ത എന്ന് പറഞ്ഞത് മുഅത്തല്ലായ 6 ഹർഫുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇറാബിന്റെ ഹർഫുകൾ ഇല്ലത്തിന്റെ ഹർഫുകളായതുകൊണ്ടാണ്. അപ്പൊ അസ്മാഉൽ ഖംസ നമ്മള് അഹാ, അഹു, അഹി, അപ്പൊ ഇറാബിന് അലിഫ് കൊണ്ട് വാവ് കൊണ്ടും യാ കൊണ്ടാണല്ലോ. അപ്പോ അത് ഇല്ലത്തിന്റെ ഹർഫുകളായതുകൊണ്ടാണ് മുഅത്തല്ലായ 6 അസ്മാവുകൾ എന്ന് പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ രണ്ടാമതൊരു വജ്ഹ് പറയാറുള്ളത് അതിന്റെ ലാം കലിമത്ത്. അറബിയിൽ മോറബ ഇസ്മ ചുരുങ്ങിയത് 3 ഹർഫ് ഉണ്ടാവും. 2 ആണെങ്കിൽ അതിന്റെ ലാം കലിമത്ത് കളഞ്ഞതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഫമുൻ, അഹുൻ, അബു എന്ന് പറയുമ്പോ ഇതിന്റെ കളഞ്ഞുപോയ ലാം കലിമത്ത് ഇല്ലത്തിന്റെ ഹർഫുകളാണ്. അപ്പൊ അത് തഗ്ലീബ് അടിസ്ഥാനത്തിലാണ് വെക്കണം. കാരണം അതിലെ ഫമിന്റേത് ഹ ആണ്. അഫ്വാഹുൻ, ഫമിന്റേത് ഹ ആണ്. അപ്പോ ബാക്കിയുള്ളതിനെ തഗ്ലീബാക്കിയിട്ട് മുഅത്തല്ല് എന്ന് പറഞ്ഞു എന്നും വെക്കാം. 2 നിലക്കും പറയാ. ഒന്നുകിൽ ഇവയുടെ ഇറാബിന്റെ ഹർഫുകൾ ഇല്ലത്തിന്റെ ഹർഫാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇവകളുടെ ലാം കലിമത്ത് ഇല്ലത്തിന്റെ ഹർഫാണ്, ഫമിന്റെ തൊഴികെ അത് ഹ ആണ്. അപ്പൊ തഗ്ലീബാക്കി പറഞ്ഞു എന്ന് വെച്ചാൽ മതി. അപ്പൊ അതാണ് മുഅത്തല്ലായ 6 അസ്മാഉകളൊഴികെ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ എങ്ങനത്തെ അസ്മാഉ സിത്താണ്? അൽ മുഅത്തല്ലത, മുഅത്തല്ലായ, അൽ മുദാഫത്ത്, ഇദാഫത്ത് ചെയ്യപ്പെട്ട, ഇലാ ഗൈരി യാഇൽ മുതകല്ലിം, മുതകല്ലിമിന്റെ യായിലേക്ക് അല്ലാതെ ഇദാഫത്ത് ചെയ്യപ്പെട്ടതാണ്. മുതകല്ലിമിന്റെ യായിലേക്ക് ഇദാഫത്ത് ചെയ്താൽ പിന്നെ അവിടെ ഹറക്കാത്ത് കൊണ്ടെന്നാണ്, തക്ദീരിയായ ഹറക്കാത്ത് കൊണ്ടെന്നാണ് ഈ ആലാമത്ത്. വഹിയ, അത് ഏതൊക്കെയാണ്? അബൂഹു, അഹൂഹു, ഹമൂഹ. അബൂഹു, അഹൂഹു, ഹമൂഹ ഇവിടെ പറഞ്ഞു. വഹനൂഹു, വഫൂഹു, വസൂ മാലിൻ, 3 വഹിയതൊക്കെ. അബൂഹു അവന്റെ വാപ്പ, വ അഹൂഹു അവന്റെ അഹ്, വ ഹമൂഹ. ഇവിടെ മുസന്നിഫ് ഹമൂഹ എന്ന് തനീസാക്കി പറയാൻ കാരണം എന്താ? ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി തന്നെ അദ്ദേഹത്തിന്റെ ശർഹ് പറയുന്നുണ്ട്, വ ഇന്നമാ ഖുൽതു വ ഹമൂഹ എന്ന് ഞാൻ പറഞ്ഞത് ഫഅദഫ്തുൽ ഹമ ഇലാ ദമീരിൽ മുഅന്നസി, മുഅന്നസിന്റെ ദമീറിലേക്ക് ഞാൻ ഹമിനെ ഇദാഫത്ത് ചെയ്ത് ചേർത്തത് ലി ഉബയ്യിന, ഞാൻ വ്യക്തമാക്കാൻ വേണ്ടിയാണ്, അന്നൽ ഹമ, തീർച്ചയായും ഹമ എന്നുള്ളത് അഖാരിബു സൗജിൽ മർഅ, ഒരു മർഇന്റെ പെണ്ണിന്റെ സൗജിന്റെ അഖാരിബുകളാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോ ഹമൂഹ എന്നാക്കിയത്. ഇതുപോലെ അബീഹി, ആ പെണ്ണിന്റെ ഭർത്താവിന്റെ വാപ്പ പോലെ, അമ്മിഹി, ആ ഭർത്താവിന്റെ അമ്മ പോലെ, വബിനി അമ്മിഹി, ആ ഭർത്താവിന്റെ അമ്മിന്റെ മകൻ പോലെ. അങ്ങനെയാണ്. ഏതടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ കാരണം അതാണ് അന്നഹു റുബ്ബമാ ഉത്ലിഖ അലാ അഖാരിബി സൗജ, എന്താ സൗജത്തിന്റെ അഖാരിബിന്റെ മേലും ചിലപ്പോ പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ പറയപ്പെടാറുണ്ട്. അപ്പൊ മുസന്നിഫ് ഇവിടെ ഹമൂഹ എന്ന് പറയാൻ കാരണം എന്താ? അത് അഖാരിബു സൗജിൽ മർഅ എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ശർഹ് കൊടുത്തിട്ടുണ്ട് വഹുവ ഹമൂഹ, ഹമു എന്ന് പറഞ്ഞാൽ വഹുവ അഖാരിബു സൗജിൽ മർഅതി, അത് മർഅത്തിന്റെ ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ അഖാരിബാണ്, ബന്ധക്കാരാണ്. കഅബീഹി, ആ ഭർത്താവിന്റെ വാപ്പ പോലെ, അമ്മിഹി, ആ ഭർത്താവിന്റെ അമ്മ പോലെ, വബിനി അമ്മിഹി, ഭർത്താവിന്റെ അമ്മിന്റെ മകൻ പോലെ. വഹനൂഹു, അപ്പോ അബാണ്, ഇവകളാണ് അതിന്റെ ഉദാഹരണങ്ങൾ താഴെ വരുന്നുണ്ട്. ഇവകള് റഫ് ഇതിന്റെ ഫറായിയായ ഹർഫുകൾ കൊണ്ടായിരിക്കും അലാമത്ത് എന്ന് പറഞ്ഞാൽ യുർഫൗ ബിൽ വാവ് കൊണ്ട് റഫ്, അതേപോലെ തന്നെ വയുൻസബു ബിൽ അലിഫ് വയുജറു ബിൽ യ എന്നിങ്ങനെ പറയും. അത് ഇബ്നു ഹിശാം ഇവിടെ പറയുന്നുണ്ട്.
ഫതുർഫു ബിൽ വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും, വത്തുൻസബിൽ അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യപ്പെടും, വതുജറു ബിൽ യാ കൊണ്ട് ജറു ചെയ്യപ്പെടും, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഹനൂഹു അവന്റെ ഹനി എന്ന് പറഞ്ഞ വഹു അതൊരു ഇസ്മാണ് യുക്നാബിഹി അതുകൊണ്ട് സൂചിപ്പിച്ച് പറയും. ആ നസ്മായിൽ അജ്നാസി ജിൻസിന്റെ ഇസ്മുകളെ തൊട്ട് സൂചിപ്പിച്ച് പറയാറുണ്ട് ഹനു. ഇതുപോലെ റജുല് ഫറസ് പോലെ ജിൻസാണല്ലോ റജുല് എന്നതുപോലെ ജിൻസിന്റെ ഇസ്മുകളെ തൊട്ട് സൂചിപ്പിച്ച് പറയാൻ വേണ്ടി ഹനു പറയും. വഖീല പറയപ്പെട്ടു ഈ ഹമെന്ന് പറഞ്ഞ അമ്മ ഒന്നിനെ തൊട്ട് എങ്ങനത്തെ ഒന്നാ യുസ്തഖ്ബഹു മോശമാക്കപ്പെടും തസ്രീഹു വ്യക്തമാക്കി പറയാന്നുള്ളത് ബിഹി അതിനെക്കുറിച്ച്. അപ്പൊ വ്യക്തമാക്കി പറയൽ തുസ്രീഹാക്കൽ മോശമാക്കപ്പെടുന്ന ഒന്നിനെ കുറിച്ചും ഹമ് എന്ന് പറയാറുണ്ട്. ഹമല്ല ഹനി. വഖീല പറയപ്പെട്ടു ഹനി എന്ന് പറഞ്ഞ അനിൽ ഫർജി ഖാസ് എന്ന നിലക്ക് പ്രത്യേകമായിട്ട് ഫർജിനെ കുറിച്ചും പറയലുണ്ട്. ഇങ്ങനൊക്കെ ഏതായാലും ഹനു പറയുന്നുണ്ട്. പക്ഷെ ഈ ഹനുല ലുഗ ചില ആളുകൾ തെണ്ണിയിട്ടില്ലേ ഇതില് ഈ അസ്മാഉ സിത്തന്റെ കൂട്ടത്തിൽ എണ്ണൂല അസ്മാഉൽ ഖംസ മാത്രാക്കി പറഞ്ഞവരുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോ പറഞ്ഞ ഇബ്നു മാലിക് റഹ്മഹുല്ല തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മാലിക് റഹ്മഹുല്ല തന്നെ അൽഫിയ പറഞ്ഞിട്ടുണ്ടല്ലോ, അബുൻ അഖുൻ ഹമുൻ കദാക വഹനു വന്നഖ്സു ഫീ ഹാദൽ അഖീരി അഹ്സനൂന. ഈ ഹനി എന്നുള്ളതില് ആഖിറിനെ കളഞ്ഞിട്ട് നഖ്സ് എന്ന പോലെ സദാ പോലെ ഹറക്കത്തുകൾ കൊണ്ട് വന്നഖ്സു ഹറക്കത്ത് കൊണ്ട് ഇറാബ് വെക്കലാണ്, ഹറക്കാത്ത് കൊണ്ട് മൂറബാക്കലാണ്. ഫി ഹാദൽ അഖീരി അവസാനത്തേത് ഹനു അഹ്സൻ ഏറ്റവും നല്ലത് എന്ന് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതന്നെയാണ് ഏറ്റവും നല്ല ഏറ്റവും പ്രിയപ്പെട്ട ലുഗ. അതിനെ കളഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ അബു അഹു പോലെ പറയുന്നത് പോലെ അല്ല, മറിച്ച് ഹറക്കാത്ത് കൊണ്ട് തന്നെ മൂറബാക്കലാണ് ഏറ്റവും അഹ്സൻ എന്നാണ് നഹ്വികൾ പറഞ്ഞത്. അല്ലാതെ ഈ ഹനി എന്നുള്ളത് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജറും ചെയ്യാന്നുള്ളത് വളരെ കലീലാണ്, ലുഗ കലീലാണ്. ഇബ്നു ഇശാഖ് റഹ്മത്തുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ ഹാദാ ഹനൂക്ക റഅയ്തു ഹനാക്ക വമറർതു ബി ഹനീക്ക ഇങ്ങനെ പറയല് അത് ഖലീലാണ്. സിബവഹി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫറ ഇമാമും സജ്ജാജ് ഇമാമൊന്നും അത് പരിഗണിച്ചിട്ടില്ല. അവര് ഈ അസ്മാകൾ എണ്ണിയത് ഹംസാക്കിയ 5 അല്ല, എണ്ണിയപ്പോ ഇതിനെ കൂട്ടിയിട്ടില്ല. ഹംസ ഇസ്മാഉൽ ഹംസ എണ്ണി അവർ ഇതിനെ ഔട്ടാക്കി. ഏതായാലും നോക്കാം നമുക്ക്. വഫൂഹു പിന്നെ ഫൂഹു എന്നുള്ളതാണ്. വസൂമാലിൻ സൂമാലിൻ മുസന്നിഫ് ഇവിടെ പറയാൻ കാരണം എന്താ? സൂമാലിൻ എന്ന് പറഞ്ഞാൽ ഈ സൂന്റെ പ്രത്യേകത ബാക്കിയുള്ളതൊക്കെ എന്താ ദമീറിലേക്കും അതുപോലെ തന്നെ ഇസ്മിലേക്ക് ഇദാഫത്ത് ചെയ്ത് പറയും. നേരെ മറ്റു സൂ എന്നുള്ളത് അത് ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യുക, സാഹിറ ഇസ്മിലേക്ക് ഇദാഫത്ത് ചെയ്യുക. അതുകൊണ്ടാണ് സൂ മാലിൻ കൊടുത്ത്. അങ്ങനൊന്നും പറയൂല, നീ ഇവിടെ അങ്ങനെ പറയാൻ പറ്റൂലോ. അപ്പൊ സാഹിറ ഇസ്മിലേക്ക് അതപ്പോൾ ഇദാഫത്ത് ചെയ്ത് പറയും. അതുകൊണ്ടാണ് സൂ മാലിൻ മാലുടയവൻ, ധനത്തിന്റെ സാഹിബ് എന്ന് പറയല്. അപ്പോ ഇവകളൊക്കെ ഈ ഇസ്മുകളൊക്കെ റഫ് ചെയ്യപ്പെടും ബിൽ വാവ് കൊണ്ടാണ് റഫ് ചെയ്യപ്പെടുക. നിയാബത്തൻ അനി ദമ്മത്തിന് പകരമായിക്കൊണ്ട്. അപ്പൊ ദമ്മത്തെന്ന ഹലാമത്ത് കൊണ്ടല്ല, മറിച്ച് അതിന് പകരം വന്ന വാവ് കൊണ്ടായിരിക്കും. ഈ ഇസ്മുകളൊക്കെ നസ്ബ് ചെയ്യപ്പെടുക ബിൽ അലിഫ് അലിഫ് കൊണ്ടാണ്. നിയാബത്തൻ അനിൽ ഫത്ഹത്തിനെ തൊട്ട് പകരമായിക്കൊണ്ട്. യാ കൊണ്ട് ജർറ് ചെയ്യപ്പെടും ഈ ഇസ്മുകൾ നിയാബത്തൻ അനിൽ കസ്റത്തിനെ തൊട്ട് പകരമായിക്കൊണ്ട്. തഖൂൽ നീ പറയും ജാഅനി എന്റെ അടുക്കൽ വന്നു അബൂഹു അവന്റെ വാപ്പ. അപ്പൊ അബൂ എന്നുള്ളത് ഫായിലാണ്, മർഫു ആണ്, പക്ഷെ ബി ദമ്മത്തല്ല, മറിച്ച് എന്താ ബിൽ വാവ് കൊണ്ടാണ്. അസ്മാഉൽ ഖംസാണ്. വറഅയ്തു അബാഹു എന്ന മഫ്ഊലും ബിഹിയാണ്. അബാ എന്നുള്ളത് മഫ്ഊലും ബിഹി മൻസൂബാണ്, പക്ഷെ ബിൽ ഫത്ഹത്തി അല്ല, മറിച്ച് എന്തുകൊണ്ടാ ബിൽ അലിഫി കൊണ്ടാകുന്നു. വമറർതു ബി അബീഹി അവന്റെ വാപ്പന്റെ അരികിലൂടെ ഞാൻ നടന്നു. അപ്പൊ ബി എന്നുള്ള മജ്റൂറാണ്, പക്ഷെ ബിൽ കസറത്ത് കൊണ്ടല്ല, മറിച്ച് എന്തുകൊണ്ടാ ബിൽ യാഇ. വക്കദൽ ബാക്കി ഇങ്ങനെ തന്നെ ബാക്കിയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയാറ്. ശ്രദ്ധിക്കേണ്ടത് സൂമാൽ എന്നത് അതൊപ്പം സാഹിറ ഇസ്മിലേക്ക് ഇദാഫത്ത് ചെയ്യും. അതിന്റെ ഈ ഷർത്തുക ഷർത്തു ഇറാബിഹ ഇവകളെ ഇറാബാക്കുന്നതിന്റെ നിബന്ധന ബിഹാദിഹിൽ ഹുറൂഫി ഈ ഹർഫുകൾ കൊണ്ട് ഇവകളെ ഇറാബാക്കുന്നതിന്റെ നിബന്ധന ഉണ്ട്. അതെന്താ? അൻതകൂന മുഫ്രദതൻ ഇവകൾ മുഫ്രദാവണം. ഇവിടെ മുഫ്രദ് പറഞ്ഞാൽ പല നിലക്ക് ഉപയോഗിക്കേണ്ട മുഫ്രദ്. ഇവിടെ മുഫ്രദാവണം എന്ന് പറഞ്ഞാൽ എന്താ? തസ്നിയയിൽ ജമാവാൻ പറ്റൂല.
പിന്നെ മുക്കബ്ബറത്തായിരിക്കണം, തസ്ഗീർ മുസഗറത്താവാൻ പറ്റൂല. പിന്നെ മുദാഫത്തൻ ഇദാഫത്ത് ചെയ്യപ്പെട്ടതാകണം, അത് തന്നെ ഇലാ ഗൈരി യാഇൽ മുത്തകല്ലിമീൻ, മുത്തകല്ലിമിന്റെ യായിലേക്കല്ലാതെ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്, ഇങ്ങനെ ആക്കണമെങ്കിൽ ഇപ്പോ എന്താ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജറൊക്കെ കിട്ടണം. അതിന് ചില ഷർത്ത് ഉണ്ട്. അതെന്താ ഇപ്പൊ പറഞ്ഞ നമ്മള് ഒന്ന് മുഫ്രദാവണം എന്നാ. അതിന്റെ അങ്ങനെ പറയാം. അങ്ങനെ മുസന്നാണെങ്കിലോ, മുസന്നാണെ പിന്നെ അതിന്റെ ഇറാബ് ഉണ്ടല്ലോ. ഏതാ? അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബും ജറു, ആ നിലക്കാ പോവല്ലാണ്ട് ഈ നിലക്കല്ല. അപ്പൊ ഉദാഹരണം നമുക്ക് ജാഅനി അബവാനി, അപ്പൊ ഇന്ന തസ്നിയാക്കിയ അബവാനി, വറഅയ്തു അബവൈനി വമറർതു ബി അബവൈനി. കണ്ടോ? അപ്പൊ മുസന്നന്റെ ഇറാബ് പോലെ പോവും. അപ്പൊ ഈ റൂട്ടിൽ നിന്ന് അത് തെറ്റിപ്പോവും. ഇനി ജമ്മ നോക്കുക, ജമ്മു തക്സീറാന്ന് വെക്കുക. അപ്പൊ അതാ സദാ ഹറക്കാത്ത് കൊണ്ട് തന്നെ പറയും ജാഅനി ആബാഉക വറഅയ്തു ആബാഅക വമറർതു ബി ആബാഇക. കണ്ടോ? അപ്പൊ സാദാ ഹറക്കാത്ത് കൊണ്ട് തന്നെ പോവും. അപ്പോഴും ഇതിൽ നിന്ന് ഔട്ടായി. ഇനി വാവ് കൊണ്ടുള്ള ജമ്മാക്കാണെങ്കിലോ ജാഅനി അബൂന റഅയ്തു അബീന മറർതു ബി അബീന. കണ്ടോ? അപ്പോഴും ജമ്മു ദക്കർ സാലിമിനെ പോലെ അപ്പോഴും ഇത് ഔട്ടായി. അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞ നിബന്ധന. രണ്ടാമത്തേത് മുക്കബ്ബറത്താകണം എന്ന് പറഞ്ഞാൽ തസ്ഗീറാക്കപ്പെടാൻ പറ്റൂല. തസ്ഗീറാക്കിയാൽ അപ്പൊ ഇറാബ് ഹറക്കാത്ത് കൊണ്ട് തന്നെ ഇരിക്കും. എങ്ങനെ അബിനെ എടുത്തിട്ട് തസ്ഗീറാക്കി ജാഅനി ഉബയ്യുക. ഉണ്ടോ? ഉബയ്യു ഫായിലും മർഫൂം ബിദ്ദമ്മത്തി ളാഹിറ എന്നാ പറയാ. കണ്ടാ? വറഅയ്തു ഉബയ്യക വമറർതു ബി ഉബയ്യിക. കണ്ടാ? അപ്പൊ അവരൊക്കെ ഉബയ്യ മൻസൂബും ബിൽ ഫത്ഹത്തി ളാഹിറ, മറർതു ബി ഉബയ്യിക മജ്റൂറും ബിൽ കസ്റത്തി ളാഹിറ. അങ്ങനെ പറയാ. മൂന്നാമത്തേത് മുദാഫാവണം. മുദാഫാവണം എന്ന് പറയുന്നത് മുദാഫല്ലാത്ത നിൽക്കാണെങ്കിലോ ഹറക്കാത്ത് കൊണ്ട് തന്നെ ഇറാബ് വെക്കും. ഹാദാ അബുൻ റഅയ്തു അബൻ മറർതു ബി അബിൻ. അങ്ങനെ അങ്ങ് പോവും. മനസ്സിലായോ? ഇനി ഇദാഫത്താണ് തന്നെ എന്താ മുത്തകല്ലിമിന്റെ യായിലേക്ക് ആവരുത്. ബാക്കി എങ്ങോട്ടായാലും പ്രശ്നമില്ല. മുത്തകല്ലിമിന്റെ യായിലേക്കാണെങ്കിൽ ഹറക്കാത്ത് കൊണ്ട ഇറാബ്. പക്ഷേ മുത്തക്കല്ലിമിന്റെ യാ ഉൽ മുത്തക്കല്ലിമിന്റെ ഖബില് നമ്മൾ ഹറക്കാത്ത് കൊണ്ട് തക്ദീർ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഒക്കെ ഇതിന് ഔട്ടാവും. അപ്പൊ ഹാദാ അബി റഅയ്തു അബി മറർതു ബി അബി, ഇവിടെ ഒക്കെ ഹറക്കാത്ത് കൊണ്ടായിരിക്കും മുഖദ്ദറത്താണെന്ന് അർത്ഥം. അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഹനിനെ കുറിച്ച് പറയാ. ഏറ്റവും മഫ്സഹ് ഇസ്തിമാലു ഹനിനെ ഉപയോഗിക്കല് ഹാല കൗനിഹി, അത് തന്നെ ആയ നിലയിൽ മുദാഫായ നിലയിൽ ഗദ് പോലെ ഉപയോഗിക്കല. ഗദ് എന്ന് പറഞ്ഞാൽ ഗദുൻ ഗദിൻ ഗദ് എന്നല്ല പറയാ. അതേപോലെ ഫയക്കൂൻ അപ്പൊ അതായിരിക്കും മങ്കൂസായിരിക്കും. അത് ആഖിർ കളഞ്ഞതായിരിക്കും. ഹനു എന്റെ ആഖിറിന്റെ ഹർഫ് കളഞ്ഞിട്ട് മങ്കൂസ്. മുഅറബൻ ബിൽ ഹറക്കാത്തി, ഹറക്കത്ത് കൊണ്ട് മൂറബായിരിക്കും. മൂറബാക്കപ്പെട്ടുകൊണ്ടാ പറയാ. തൊക്കൂലിങ്ങി പറയും ഹാദാ ഹനുക വറഅയ്തു ഹനക വനസർതു ഇലാ ഹനിക. അപ്പൊ പിന്നെ അവരൊക്കെ ഹറക്കാത്ത് കൊണ്ട് തന്നെ ഹനുക മർഫൂഉൻ ബിദ്ദമ്മത്തി ളാഹിറ, വറഅയ്തു ഹനക മൻസൂബുൻ ബിൽ ഫത്ഹത്തി ളാഹിറ, വനസർതു ഇലാ ഹനിക മജ്റൂറുൻ ബിൽ കസ്റത്തി ളാഹിറ. എന്നാൽ വബഅദുഹും അവരിൽ ചിലർ യുഅരിബൂനഹു ഈ ഹനിനെ ഇറാബാക്കിയത് ബിൽ ഹുറൂഫി ഹർഫ് കൊണ്ടാണ്. ഐദൻ വീണ്ടും ഹർഫ് കൊണ്ടുണ്ട്. പക്ഷെ അത് ഖലീലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെ ഹാദാ ഹനൂക വറഅയ്തു ഹനാക വനദർതു ഇലാ ഹനീക എന്ന് പറയല്. അത് ഖലീലാണ്. വഇൻ കാന അത് ഗൈറ മുദാഫിൻ ഇദാഫത്ത് ചെയ്യപ്പെട്ടതല്ലെങ്കിലോ അപ്പൊ ഉഅരിബ ബിൽ ഹറക്കാത്തി, ഹറക്കാത്ത് കൊണ്ട് തന്നെ ഇറാബ് ചെയ്യും. ഇജ്മാഅൻ അറബികൾ ഇജ്മാഅോട് കൂടി അപ്പാടെ വിഷയമല്ല. ഇദാഫത്തില്ല, പിന്നെ ഒരു പ്രശ്നോടെ ഹറക്കാത്ത് കൊണ്ട് തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ ഇതോടുകൂടി അബ്വാബ് നിയാബത്തിൽ ഒന്നാമത്തേത് കഴിഞ്ഞ് ഇനി മുസന്ന ഉള്ളത് അത് അടുത്ത ക്ലാസ്സിൽ. ഇനി ഇവിടെ തന്നെ എൽഫിയലൊക്കെ ഇബ്നു മാലിക് റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്. ഏത്? പൊതുവെ വഫീ അബിൻ വതാലിയൈഹി യൻദുറു വഖസ്റുഹാ മിൻ നഖ്സിഹിന്ന അശ്ഹറു എന്ന് പറയില്ലേ? എന്താ? അബ് അഖ് ഹമിലി യൻദുറു ഖലീലാണ്. ഏത്? നഖ്സ് ചെയ്ത് പറയൽ. അബുൻ ഇദാഫത്ത് ചെയ്തിട്ട് തന്നെ നഖ്സ് ആഖിർ കളഞ്ഞിട്ട് ജാ അബുക റഅയ്തു അബക മറർതു ബി അബിക അങ്ങനെ പറയൽ വളരെ ഖലീലാണ്. എന്നിട്ട് ഇബ്നു മാലിക് പറയാം അതിലുള്ള ലുഗാണ് വഖസ്റുഹാ മിൻ നഖ്സിഹിന്ന അശ്ഹറൂന.
വഖസ്റുഹ എന്ന വകളൊക്കെ കസറാക്കലാണ് മിൻ നഖ്സ് ചെയ്യുന്നതിനെക്കാട്ടിലും അഷ്ഹർ ഏറ്റവും പ്രസിദ്ധം. കസറ ഏതാ? മക്സൂറ ഇസ്മിനെ പോലെ അബാക്, ജാഅ അബാക്ക, റഅയ്തു അബാക്ക, മറർതു ബി അബാക്ക, ഇങ്ങനെ ലുഗ. അപ്പൊ 3 സ്റ്റെപ്പാ. ഏറ്റവും അസ്വഹം ഏറ്റവും ഒന്നാം ഘട്ടത്തിൽ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യുർഫു ബിൽ വാവി വയുൻസബു ബിൽ അലിഫി വയുജറു ബിൽ യാ. രണ്ടാമത്തെ സ്റ്റെപ്പിലേത് അബ് അഹ് ഹമിനാട്ടോ പറയുന്നത് ഈ 3ലാ. രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ളത് കസറാണ്, മക്സൂറ ഇസ്മിനെ പോലെ അലിഫുമലി തഖ്ദീറാക്കി പറയാം. മൂന്നാമത്തേതാണ് നഖ്സ്, ഹനിന്റെ അഫ്സഹ് പോലെ പറയല് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അങ്ങനെ ചില ഷാറുകളൊക്കെ ഷാഹിദായിട്ട് പൊതുവെ പറയലത് അൽഫിന്റെ അവിടെ ഉള്ള ഇവിടെ പിന്നെ വന്നിട്ടില്ല. ഏത് ഇന്ന അബാഹ വ അബാ അബാഹ ഖദ് ബലഗ ഫിൽ മജ്ദി ഗായതാഹ എന്ന് പറയുന്നതിൽ പറയലുണ്ട്. ഇന്ന അബാഹ വ അബാ അബാഹ എന്നാണ് പറഞ്ഞത്, അബീഹ എന്നല്ല, അബാഹ. അതാ കസറിന്റെതാണ്. നഖ്സിനും പറയലുണ്ട് ബി അബിഹി ഇഖ്തദാ അദിയും ഫിൽ കറം. അതാ ബി അബിഹി തന്റെ വാപ്പയോട്, ഇഖ്തദാ അദിയി പിൻപറ്റി, ഫിൽ കറം ഔദാര്യത്തിന്റെ വിഷയത്തിൽ നിന്നാണ്. അവിടെ ബി അബിഹി അൽഫിയിലൊക്കെ ഷറഹ് പറയുമ്പോ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും ബാക്കി ബാദു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.